നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയും റഷ്യയും പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും ഇരുണ്ട ചൈനയുടെ പക്ഷത്തെത്തിയെന്ന വിമർശനം. 3 രാജ്യങ്ങൾക്കും സമൃദ്ധി ആശംസിക്കുന്നുവെന്നും ട്രംപ്. പ്രതികരിക്കാതെ ഇന്ത്യ. തിങ്കളാഴ്ച ചേരുന്ന അടിയന്തര ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കും. അമേരിക്കയുടെ അധിക തീരുവ പ്രധാന ചർച്ച. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ്. മർദ്ദിച്ച പോലീസുകാർ കാക്കിയിട്ട് വീടിന് പുറത്തിറങ്ങില്ലെന്ന് വി.ഡി. സതീശൻ. മർദ്ദനമേറ്റ സുജിത്തിന്റെ വീട് സന്ദർശിച്ചു. തൃശൂർ DIG ഓഫീസിലേക്ക് വേറിട്ട പ്രതിഷേധവും മാർച്ചുമായി യൂത്ത് കോൺഗ്രസ്. ഓണം ആഘോഷിച്ച് മലയാളികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും. നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്ക്, കാപട്യമില്ലാത്ത ജീവിതത്തിലേക്ക്, പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്കുള്ള തിരിച്ചുപോകാനുള്ള ആഹ്വാനമാണ് ഓണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സംസ്ഥാനത്ത് ഓണ സീസണിലെ മദ്യവിൽപ്പന റെക്കോർഡിൽ. 10 ദിവസം കൊണ്ട് വിറ്റത് 826 കോടി 38 ലക്ഷം രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധിക വിൽപ്പന. ഉത്രാട ദിനത്തിൽ വിറ്റത് 137 കോടിയുടെ മദ്യം. വിൽപ്പനയിൽ ഒന്നാമത് കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ്. GST പരിഷ്കാരങ്ങളിൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പോസ്റ്റ് വിവാദത്തിൽ. BD-യും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നതെന്നും ഇതിനെ പാപമായി കണക്കാക്കാനാവില്ലെന്നും പോസ്റ്റിൽ. ബീഹാറിനെ അപമാനിച്ചെന്ന് BJP. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി നോക്കാം. ഇന്ത്യയും റഷ്യയും പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുണ്ട ദുരൂഹ ചൈനയുടെ പക്ഷത്ത് ഇരു രാജ്യങ്ങളും എത്തിയെന്നാണ് വിമർശനം. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ 3 രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപിന്റെ പ്രതികരണം. ഇന്ത്യയെയും റഷ്യയെയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നു. അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായെന്ന സൂചനയാണ് നൽകുന്നത്. ചൈനയിലെ ടിയാൻജനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പങ്കെടുത്തിരുന്നു. US പ്രസിഡന്റ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 3 നേതാക്കളുടെയും സൗഹൃദം ഒരു പുതിയ മാറ്റത്തിന് വഴിവെച്ചേക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ മറുപടി നൽകിയിട്ടില്ല. ട്രംപിന്റെ പോസ്റ്റിനോട് പ്രതികരിക്കാത്ത ഇന്ത്യ ട്രംപിന്റെ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവന തള്ളിക്കളഞ്ഞു. തെറ്റിദ്ധാരണാജനകവും വസ്തുതയില്ലാത്തതുമായ പ്രസ്താവന നവാറോ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഇന്ത്യ തള്ളിക്കളയുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. Regarding the post, I have no comments to offer on this post at this point. കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്കുമേൽ 50% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലാണ്. തിങ്കളാഴ്ച നടക്കുന്ന അടിയന്തര ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. ട്രംപിന്റെ അധിക തീരുവ ചർച്ച ചെയ്യുവാനാണ് അടിയന്തര ബ്രിക്സ് ഉച്ചകോടി ചേരുന്നത്. വെർച്വലായിട്ടാണ് ഉച്ചകോടി നടക്കുക. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ലെയ്ൻ എന്നിവർ മോദിയുമായി ഫോണിൽ സംസാരിച്ചു. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നാളെ കോപ്പൻഹേഗനിൽ നടക്കാനിരിക്കെയാണ് നേതാക്കൾ മോദിയുടെ പിന്തുണ തേടിയത്. സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേതാക്കൾക്ക് ഉറപ്പു നൽകി. യുക്രൈൻ യുദ്ധം റഷ്യ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നതിൽ ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് നിർവഹിക്കാനുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നത് സംബന്ധിച്ചും ചർച്ചയായി. ഈ വർഷം അവസാനത്തോടെ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഇരുവിഭാഗവും അറിയിച്ചു. വെല്ലുവിളിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കി വസ്ത്രമണിഞ്ഞ് ജോലി ചെയ്യില്ല. അവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസ് ഇന്നുവരെ പിന്തുടർന്നു വന്ന രീതിയിലല്ലാത്ത പ്രതികരണം ഉണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മർദ്ദനമേറ്റ സുജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ.
കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശ്ശൂർ DIGയുടെയാണ്. നടപടി എടുത്തു കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും. ഇന്നേ വരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും. തിരുവോണ ദിനത്തിൽ പ്രതീകാത്മക സമരവുമായി യൂത്ത് കോൺഗ്രസ്. കുന്നംകുളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരുടെ വേഷവും മുഖംമൂടിയും ധരിച്ച് ചാട്ടവാറടിയുമായാണ് വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ 11:30യോടെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ച സംഭവത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷവും മുഖംമൂടിയും അണിഞ്ഞ് ചാട്ടവാർ അടിയുമായാണ് പ്രവർത്തകർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് ഓഫീസിനു മുന്നിൽ പ്രതീകാത്മകമായി കുറ്റാരോപിതരായ പോലീസുകാർക്ക് ഇലയിൽ കുലച്ചോറ് വിളമ്പി കുടിക്കാൻ രക്തം നൽകി. മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിൽ അപായ ചിഹ്നങ്ങൾ പതിപ്പിച്ചു. ശേഷം ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടർന്നു. മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അവർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അതുവരെ ശക്തമായ സമരം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ പറഞ്ഞു. കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും സർവീസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അവർ ചെയ്ത ദ്രോഹത്തിന് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നവരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ കേസിൽ തെളിവ് ശേഖരണത്തിന് ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക്. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന കേസിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. യുവതി ചികിത്സ തേടിയ ബംഗളൂരുവിലെ ആശുപത്രി തിരിച്ചറിഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. അതേസമയം ഓണാവധിക്ക് ശേഷമാണ് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുക. തിരുവോണനാളിൽ പതിവ് പോലെ പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രമൂരാളനാണ് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചത്. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപൂജ വരെയാണ് ഓണപ്പുടവ സമർപ്പണം നടന്നത്. രാവിലെ 9 മണി മുതൽ തിരുവോണ സദ്യ ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് തിരുവോണനാളിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിലെത്തിയത്. ഓണനാളുകളിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം ദർശനം ലഭിക്കുന്നതിനായി സെപ്റ്റംബർ 7 വരെ 1 മണിക്കൂർ ദർശന സമയം കൂട്ടിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ VIP സ്പെഷ്യൽ ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ തിരുവോണാഘോഷത്തിനായി ദേവസ്വം 23.56 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. സദ്യയ്ക്കുള്ള ക്യൂ ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിച്ചു. 2 മണി മുതൽ ബുഫയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് തിരുവോണ സദ്യ നടത്തിയത്. അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കി. ഓണനാളിൽ കണ്ണനെ കാണാനും ഓണസദ്യ ഉണ്ണാനും നിരവധി ഭക്തജനങ്ങളാണ് ഗുരുവായൂരിലെത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. ഓണം സ്നേഹബന്ധങ്ങളുടെ ആഘോഷമാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഓണമെന്ന് കേട്ടാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ മധുരിക്കുന്ന 1000 ഓർമ്മകൾ ഓടിയെത്തും. ഭാരതീയമായ ആഘോഷങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം മനുഷ്യരെ ഈശ്വരചിന്തയിലേക്കും ഈശ്വരഭക്തിയിലേക്കും ഉയർത്തുക എന്നതാണ്. നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്കും കാപട്യമില്ലാത്ത ജീവിതത്തിലേക്കും പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്കും തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് ഓണമെന്നും അമ്മ പറഞ്ഞു. ഓണമെന്ന് കേട്ടാൽ ലോകമെമ്പാടുള്ള മലയാളിയുടെ ഹൃദയത്തിൽ 1000 മധുരിക്കുന്ന ഓർമ്മകൾ ഓടിയെത്തും. മനസ്സൊരു പൂങ്കാവനമാവും. അതിനുള്ളിൽ തേനുണ്ണാൻ ഓടിവിടുന്ന ചിത്രശലഭങ്ങളെ പോലെ മനസ്സ് ആഹ്ലാദത്തിൽ പാറിപ്പറക്കും. പ്രായഭേദമില്ലാതെ എല്ലാവരും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആവും. എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങുന്ന കുഞ്ഞു ഹൃദയം. ആ നിഷ്കളങ്കത ഉണ്ടായിരുന്ന നാളുകളാണ് ഓണക്കാലം. ഓണത്തിന് അനേക അർത്ഥങ്ങളും സന്ദേശങ്ങളും ഉണ്ട്. ഒന്ന് നമുക്ക് നഷ്ടമായ നിഷ്കളങ്കതയെ ഓർമ്മപ്പെടുത്തലാണ്. ഓണവും മഹാബലിയുടെ കഥയും നമുക്ക് നൽകുന്ന സന്ദേശം ശരണാഗതിയുടേതാണ്. നമ്മൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമെന്ന് കരുതിയതിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മഹാബലി വാമന മുമ്പിൽ തലകുനിച്ചതുപോലെ
അവിടുത്തെ വെച്ച് നടക്കട്ടെ എന്നൊരു ഭാവം നമുക്കായി വരും. അവസ്ഥയാണ് എല്ലാം പറഞ്ഞുള്ള ശരിയായ ആഘോഷം. ഒരുമയുടെയും പങ്കുവയ്ക്കലിന്റെയും ഭക്തിയുടെയും ഈശ്വര സമർപ്പണത്തിന്റെയും അങ്ങനെ അനേക മൂല്യങ്ങളുടെ സന്ദേശമാണ് തിരുവോണം വന്നെത്തുന്നത്. ഭാരതീയ ആഘോഷങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം മനുഷ്യ ഈശ്വരചിന്തയിലേക്കും ഈശ്വരഭക്തിയിലേക്കും ഉയർത്തുക എന്നുള്ള സന്തോഷം, സഹജീവി സ്നേഹം, ഭക്തി ഇവയെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഗുണങ്ങളാണ്. ശരിയായ ഭക്തിയുള്ളത് മാത്രമേ ജീവജാലങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന ശാന്തിയും സന്തോഷവും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഓണാഘോഷത്തിൽ പങ്കുവയ്ക്കലിനും ഭക്തിക്കും ഒത്തൊരുമിച്ചുള്ള ആഹ്ലാദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളത്. നമ്മുടെ പൈതൃക സംസ്കാരത്തിലേക്ക്, കാപട്യമില്ലാത്ത ജീവിതത്തിലേക്ക്, പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് ഓണം. ഓണക്കാലത്ത് ചെടികളും വൃക്ഷങ്ങളും തങ്ങൾക്കുള്ളിലെ പൂക്കളെ ലോകത്തിന് വേണ്ടി പുറത്തെടുക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ നന്മയെ നമുക്ക് ഉണർത്താം. മനസ്സിൽ മറ്റുള്ളവർ കൂടി ഇടം നൽകാം. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് തിരുവോണമാക്കാം. കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ തിരുവോണ ദിന ആഘോഷങ്ങൾ നടന്നു. ആശ്രമത്തിലെ അന്തേവാസികൾക്ക് പുറമെ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ അമൃതപുരിയിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു ആശ്രമത്തിലെ തിരുവോണ ദിനാഘോഷങ്ങൾ തുടങ്ങിയത്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ധാരാളം ശ്രമം ചെയ്യുന്നു, വിശ്രമ സുഖം അനുഭവിക്കുന്നില്ല, ഒരിക്കലും തൃപ്തിയില്ല, ജീവിതം ആസ്വദിക്കാൻ സമയമില്ല. എല്ലാ ദിവസവും തിരുവോണമാക്കി മാറ്റാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ ധ്യാനം, ലോകശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവയും നടന്നു. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ അമൃതപുരിയിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ആശ്രമ അന്തേവാസികളായ 300-ലധികം വനിതകൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും അരങ്ങേറി. തിരുവോണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആശ്രമത്തിൽ പ്രസാദ വിതരണവും ഓണസദ്യയും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. പൊന്നിൻ തിരുവോണനാളിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയത് നിരവധി ഭക്തജനങ്ങളാണ്. പുലർച്ചെ തന്നെ തിരുവോണനാളിലെ സവിശേഷമായ ഓണവില്ല് സമർപ്പണവും നടന്നു. മുറജബ ലക്ഷദീപത്തിന്റെ വിളംബരം കൂടി ഉൾപ്പെടുന്ന പൂക്കളവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരുന്നു. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. ഓണവില്ല് തയ്യാറാക്കുന്ന തിരുവനന്തപുരം കരമന മേളാറന്നൂർ വിളയിൽ വീട് കുടുംബാംഗങ്ങൾ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തി ഓണവില്ല് സമർപ്പിച്ചു. 6 തരം വില്ലുകളാണ് തിരുവോണത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. പൂജകൾക്ക് ശേഷം 12, 13 തീയതികളിൽ ഓണവില്ല് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവർ തിരുവോണനാളിൽ ശ്രീ പത്മനാഭനെ കാണാൻ ക്ഷേത്രത്തിലെത്തി. നമ്മൾ ഓണവില്ല് സമർപ്പിച്ചു, അത് കണ്ട് ഭഗവാനെ തൊഴുതു. നന്ദി. തിരുവോണത്തിന്റെ ഭാഗമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ മുറജബ ലക്ഷദീപത്തിന്റെ വിളംബരം ഉൾപ്പെടുന്ന പൂക്കളവും ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണത്തിന് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് 826 കോടി 38 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. ഉത്രാട ദിനത്തിൽ മാത്രം 137 കോടി 60 ലക്ഷം രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധനവാണ് മദ്യവിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലാണ്. കഴിഞ്ഞ 10 ദിവസത്തിൽ ബെവ്കോയിൽ മാത്രം 826 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് 776 കോടിയായിരുന്നു. ഇത്തവണ 50 കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്രാടം ദിനത്തിൽ മാത്രം 137 കോടിയുടെ മദ്യവിൽപ്പന നടന്നു.
ഉത്രാടത്തിന് 6 ഔട്ട്ലെറ്റുകളിൽ 1 കോടി രൂപയിലധികം രൂപയുടെ വിൽപ്പന നടന്നു. കൊല്ലത്ത് 3 ഔട്ട്ലെറ്റുകളിലും ചാലക്കുടിയിലെ 2 ഔട്ട്ലെറ്റുകളിലും എടപ്പാളിലെ 1 ഔട്ട്ലെറ്റിലും വിൽപ്പന 1 കോടിക്ക് മുകളിലാണ്. ബെവ്കോയുടെ 284 ഔട്ട്ലെറ്റുകളിൽ കടനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത്. 1.46 കോടി രൂപയുടെ മദ്യം കടനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നും വിറ്റു. 6 ഔട്ട്ലെറ്റുകൾ 1 കോടി രൂപയ്ക്ക് മുകളിൽ മദ്യം വിറ്റു. കൊല്ലം കാവനാട് 1.24 കോടി, മലപ്പുറം എടപ്പാളിൽ 1.11 കോടി, ചാലക്കുടിയിൽ 1.7 കോടി, ഇരിങ്ങാലക്കുട 1.3 കോടിയുടെ മദ്യവുമാണ് 10 ദിവസം കൊണ്ട് വിറ്റഴിച്ചത്. സൂപ്പർ പ്രീമിയം ഷോപ്പുകളിലും റെക്കോർഡ് വിൽപ്പന നടന്നു. സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ 67 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് തോട്ടുമുക്കം ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം നടന്നു. നബിദിനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും തോട്ടുമുക്കം അങ്ങാടിയിൽ ദഫ് നടക്കുന്നത് കുരിശുപള്ളിയുടെ മുൻപിലാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും കുട്ടികളുടെ ഈ ദഫ് കാണാൻ കുരിശുപള്ളിക്ക് മുൻപിൽ എത്താറുണ്ട്. മധുരങ്ങൾ നൽകി കുട്ടികളെ നാട്ടുകാർ സ്വീകരിച്ചു. നബിദിന റാലി, മൗലൂദ് പാരായണം, പായസ വിതരണം തുടങ്ങി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും നടന്നു. കലാരംഗത്തെ നിർമ്മിത ബുദ്ധിയുടെ സാന്നിധ്യം ഭയപ്പെടുത്തുന്നുണ്ടെന്ന് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. പക്ഷേ മാറ്റങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയാനില്ലെന്നും ചിത്ര പറഞ്ഞു. UAEയിൽ അടുത്ത ദിവസം നടക്കുന്ന സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മകളുടെ മരണശേഷം ദുബായിലേക്ക് വരാൻ മടിയായിരുന്നുവെന്നും പ്രവാസികളുടെ സ്നേഹം അതൊക്കെ മറക്കാൻ സഹായിച്ചുവെന്നും ചിത്ര പറഞ്ഞു. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് KS ചിത്ര ദുബായിലെത്തുന്നത്. ശനിയാഴ്ച ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ടൈംലെസ് മെലഡീസ് എന്ന സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനാണ് ദുബായിലെത്തിയത്. ഹേബ്രോ മീഡിയ ഡയറക്ടർമാരായ ഷിനോയ് സോമൻ, അബി വേങ്ങര, സൽജൻ കളപ്പുര, ലോഞ്ച് ഡയറക്ടർ സാം ദേവസി, ചലച്ചിത്ര നിർമ്മാതാവ് കണ്ണൻ രവി, ഫർദാൻ എക്സ്ചേഞ്ച് COO താരാനാഥ് റായ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സൗദിയിലെ മദീനയിൽ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവി ഇനമായ അറേബ്യൻ ചെന്നായയെ വേട്ടയാടിയതിന് 4-അംഗ സംഘത്തെ പരിസ്ഥിതി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. സൗദി പൗരന്മാരും ഒരു പാകിസ്ഥാനിയുമാണ് അറസ്റ്റിലായത്. 2 തോക്കുകളും 70 റൗണ്ട് വെടിയുണ്ടകളും നിയമലംഘകരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് നിയമലംഘകരെ പിന്നീട് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളെ വേട്ടയാടുന്നതിന് 10 വർഷം വരെ തടവും 1 കോടി റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. ഒരു അറേബ്യൻ ചെന്നായയെ വേട്ടയാടുന്നതിന് 80,000 റിയാലാണ് പിഴ. വേട്ടയ്ക്ക് തോക്കുപയോഗിക്കുന്നതിന് 1 ലക്ഷം റിയാൽ പിഴ ലഭിക്കും. സൗദിയിൽ ബിനാമി ബിസിനസ് കണ്ടെത്തുന്നതിനായി പരിശോധന കർശനമായി തുടരുന്നു. രാജ്യത്ത് ബിനാമി ബിസിനസ്സുകളാണ് എന്ന് സംശയിക്കുന്ന 73 സ്ഥാപനങ്ങൾ കണ്ടെത്തിയതായി വിവരം. ബിനാമി വിരുദ്ധ ദേശീയ പ്രോഗ്രാം കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനകളിലും അന്വേഷണങ്ങളിലുമാണ് കണ്ടെത്തൽ. അന്വേഷണം പൂർത്തിയാക്കി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് നിയമലംഘകരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ബിനാമി ബിസിനസ്സുകളാണെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രവിശ്യകളിലെ 1519 സ്ഥാപനങ്ങളിലാണ് ബിനാമി വിരുദ്ധ ദേശീയ പ്രോഗ്രാം കഴിഞ്ഞ മാസം പരിശോധനകൾ നടത്തിയത്. കുവൈറ്റിൽ ഓഗസ്റ്റ് മാസത്തിൽ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ വ്യാപാര പരിശോധനകളിൽ 995 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. 893 പരിശോധനാ സംഘങ്ങളാണ് ഇതിനായി പ്രവർത്തിച്ചത്. കൂടാതെ 102 ഉപഭോക്തൃ പരാതികൾക്ക് പരിഹാരം കാണുകയും ചെയ്തു. മന്ത്രാലയത്തിന്റെ വാണിജ്യ നിയന്ത്രണ വിഭാഗം ഡയറക്ടർ ഫൈസൽ അൽ അൻസാരിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപണി നിയന്ത്രിക്കുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം സൂപ്പർമാർക്കറ്റുകൾ, സഹകരണ സംഘങ്ങൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. വില പ്രദർശിപ്പിക്കാതിരിക്കുക, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ലൈസൻസ് വ്യവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. കുവൈറ്റിൽ 2025-26 അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ വിവിധ മേഖലകൾ തമ്മിലുള്ള ഏകോപനത്തിന് പ്രാധാന്യം നൽകി പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും ഫലപ്രദമായ ഫീൽഡ് വിന്യാസം ഉറപ്പാക്കുമെന്ന് പബ്ലിക് സെക്യൂരിറ്റി അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അഹമ്മദ് അൽ ദവാസ് വ്യക്തമാക്കി. സ്കൂൾ വർഷാരംഭത്തിന് മുന്നോടിയായി സുരക്ഷാ ട്രാഫിക് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ട്രാഫിക് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിടം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സുരക്ഷിതവും അനുയോജ്യവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ മന്ത്രാലയം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു.
മറ്റു വാർത്തകൾ നോക്കാം. GST പരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റിനെ ചൊല്ലി വിവാദം. BDയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നതെന്നും ഇതിനെ ഇനി പാപമായി കണക്കാക്കാനാകില്ലെന്നുമായിരുന്നു കോൺഗ്രസ് കേരള എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റ്. ബീഹാറിനെ മുഴുവൻ അപമാനിച്ചുവെന്നാരോപിച്ച് BJPയും RJDയും രംഗത്ത് വന്നതോടെ പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് ഖേദം പ്രകടിപ്പിച്ചു. GST നിരക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനായിരുന്നു സംസ്ഥാന കോൺഗ്രസിന്റെ എക്സ്പോസ്റ്റ്. BDയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നതെന്നും ഇതിനെ ഇനി പാപമായി കണക്കാക്കാനാകില്ലെന്നുമായിരുന്നു പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ സംഭവം വിവാദമായി. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ബീഹാറിന്റെ പാരമ്പര്യമറിയാത്ത ആളുകളാണ് ജനതയെ മുഴുവൻ അപമാനിച്ചതെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും ഒരുപോലെ വെട്ടിലാക്കിയ പോസ്റ്റ് പിന്നീട് കോൺഗ്രസ് പിൻവലിച്ചു. പക്ഷേ അപ്പോഴേക്കും BJPയും RJDയും ഇത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി. तो बिहार की तुलना बीड़ी से करेंगे आप? कितना गिरेंगे आप? प्रधानमंत्री की मां का अपमान किया, गालियां दी गई, अभी तक उन पर क्षमा नहीं मांगा है, और अब सीधा बिहार के अस्मिता का, बिहारियों का अपमान किया. राहुल गांधी, आप क्या कर रहे हैं? जिस बिहार ने डॉक्टर राजेंद्र प्रसाद, लोकनायक जयप्रकाश नारायण, दर्जनों राष्ट्रभक्त, खुदीराम बोस से लेकर करके एक से एक लेखक, साहित्यकार, बड़े शिक्षावद, बड़े नौकरशाह, किसको नहीं पैदा किया. आज हम सभी लोकनायक जयप्रकाश के नेतृत्व के कारण यहाँ तक पहुँचे हैं. आपको तो कोई मतलब है नहीं बिहार के इतिहास से, लेकिन बिहार और बीड़ी की तुलना करेंगे आप? തുടർന്ന് വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. GST നിരക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നത് ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിച്ചത്. അതിനെ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം. ഇതിന് താഴെയായി ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അപമാനിച്ച കോൺഗ്രസ് RJD പാർട്ടികളിൽ നിന്നും ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് BJP പറയുന്നത്. ബീഹാറിനെ മുഴുവൻ അപമാനിച്ചവർക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് സംസ്ഥാനത്തെ BJP നേതാക്കൾ പറയുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ കോൺഗ്രസുകാർ ഉണ്ടാക്കിയ തലവേദന ഹൈക്കമാൻഡിന് അത്ര പെട്ടെന്ന് മാറില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഹിമാചലിലെ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളി വിനോദസഞ്ചാര സംഘം നാട്ടിൽ തിരിച്ചെത്തി. കേന്ദ്രമന്ത്രി അമിത്ഷാ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, BJP നേതാവ് ഷോൺ ജോർജ് എന്നിവരുടെ ഇടപെടലാണ് രക്ഷാദൌത്യം വേഗത്തിലാക്കാൻ സഹായിച്ചതെന്ന് യാത്രാസംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. ഓഗസ്റ്റ് 25-നാണ് യാത്രാസംഘം ഡൽഹിയിൽ നിന്നും ഹിമാചലിലെത്തിയത്. ഹിമാചൽ പ്രദേശിലെ പ്രളയത്തിൽ റോഡുകൾ തകർന്നതിനെ തുടർന്ന് കുടുങ്ങിക്കിടന്ന 18-അംഗ മലയാളി വിനോദസഞ്ചാരി സംഘമാണ് നാട്ടിലേക്ക് തിരികെ എത്തിയത്. പ്രളയത്തിൽ ദേശീയപാതകൾ ഉൾപ്പെടെ 800ഓളം റോഡുകൾ തകർന്നതോടെ 18 മലയാളികളടങ്ങിയ 25-അംഗ യാത്രാസംഘം തിരികെ വരാനാവാതെ പ്രതിസന്ധിയിലാവുകയായിരുന്നു. തുടർന്ന് സംഘത്തിലെ കൊച്ചി സ്വദേശികളിലൊരാളുടെ രക്ഷിതാവ് BJP നേതാവ് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും വഴി വിഷയം അമിത്ഷായുടെ ശ്രദ്ധയിലെത്തിച്ചു. തുടർന്ന് സത്വര ഇടപെടലുകളുണ്ടായി. ആളാണ് ഇത്രയും ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ സഹായിച്ചത്. ഹിമാചൽ ഗവൺമെന്റ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം ഒരുക്കി തന്നിരുന്നു. നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടം വരെ ഇത്രയും പെട്ടെന്ന് തന്നെ എത്താൻ സഹായിച്ചത്. നമ്മൾ ഭയങ്കര സ്റ്റക്കായിരുന്നു. മഴ കാരണം തുടരെ ലാൻഡ് സ്ലൈഡ്സ് ആയിരുന്നു. നമുക്ക് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ലാൻഡ് സ്ലൈഡിൽ നിന്ന് ഒന്ന് സ്റ്റോപ്പ് ആയപ്പോൾ ആണ് നമുക്കിങ്ങനെ പുറത്തേക്ക് കിടക്കാനായിട്ട് സാധിച്ചത്. കേന്ദ്ര സർക്കാർ ഇടപെടലിൽ ഹിമാചൽ സർക്കാർ പ്രതിനിധികൾ യാത്രാസംഘത്തെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുകയായിരുന്നു. 18 മലയാളികളിൽ 4 പേർ കൊച്ചിയിൽ വിമാനമിറങ്ങി. ബാക്കിയുള്ളവർ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിലും SIR വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടത്തണം. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായാണ് ഹർജി നൽകിയത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നടത്തിയ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെ നോർത്ത് കരോലിന മുതൽ കാലിഫോർണിയ വരെയുള്ള 10 സംസ്ഥാനങ്ങളാണ് സ്വാമിജി സന്ദർശിച്ചത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്നേഹം, സഹാനുഭൂതി, ഐക്യം എന്നീ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ്
മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ മുതിർന്ന സന്യാസി ശിഷ്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അമേരിക്കൻ ഐക്യനാടുകളിൽ സന്ദർശനം നടത്തിയത്. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെ ഷാർലറ്റ്, ഒർലാൻഡോ, വാഷിംഗ്ടൺ, ന്യൂജേഴ്സി, ഓസ്റ്റിൻ, മിനിയാപോളിസ്, ഷിക്കാഗോ, ഡെൻവർ, സാൻ റാമോൺ, ലോസ് ഏഞ്ചലസ് എന്നീ 10 സ്ഥലങ്ങളിലായിരുന്നു സ്വാമിജി സത്സംഗ പരിപാടികളിൽ പങ്കെടുത്തത്. എല്ലായിടത്തും വലിയ സ്വീകരണമായിരുന്നു സ്വാമിജിക്ക് ലഭിച്ചത്. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്കൊപ്പം ആധ്യാത്മിക തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയിലൂന്നിയായിരുന്നു ഇവിടങ്ങളിലെല്ലാം സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ. വടക്കേ അമേരിക്കയിലെ അമ്മയുടെ ആശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്വാമി ദയാമൃതാനന്ദപുരിയും ബ്രഹ്മചാരി രാമാനന്ദാമൃത ചൈതന്യയും സ്വാമിജി അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം ഫൈനലിൽ. സെമിയിൽ തൃശൂരിനെ 10 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. തുടർച്ചയായി 2ാം തവണയാണ് കൊല്ലം ഫൈനലിൽ കടന്നത്. 86 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊല്ലം 10 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.